നമസ്കാരം. അപ്പുണ്ണീസ് കിച്ചൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു ഹെൽത്തി സൂപ്പാണ്. ഹെൽത്തി സൂപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ മെയിൻ ബേസ് എന്ന് പറയുന്നത് കുമ്പളങ്ങയാണ്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആയ കുമ്പളങ്ങ കൊണ്ടൊരു ഹെൽത്തി സൂപ്പ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. കുമ്പളങ്ങ നമുക്ക് ഒരു കിലോ കുമ്പളങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് 1 കിലോ കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു 750 ഗ്രാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കിട്ടണം. പിന്നെ അതിൻ്റെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് 2 പൊട്ടറ്റോ 250 ഗ്രാം. അതായത് നമ്മളുടെ ഇതിൻ്റെ ബേസ് നമ്മൾ തയ്യാറാക്കുന്നത് 3:1. അതാണ് നമ്മളുടെ കാൽക്കുലേഷൻ. അതായത് 3 ഭാഗം കുമ്പളങ്ങയാണെങ്കിൽ അതിൻ്റെ 1 ഭാഗം പൊട്ടറ്റോ ആയിരിക്കണം. അപ്പോൾ അതായത് 750 ഗ്രാം കുമ്പളങ്ങ നമ്മൾ എടുത്തു. ഞാൻ പറഞ്ഞു 1 കിലോ എടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ 750 ഗ്രാം നമുക്ക് കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് പൊട്ടറ്റോ 250 ഗ്രാം. അപ്പോൾ 3:1. ഓക്കെ. അപ്പോൾ പൊട്ടറ്റോ, കുമ്പളങ്ങ, ഇതാണ് ഇതിൻ്റെ ബേസ്. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കാണാം. ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ബട്ടർ ഉണ്ട്. ബട്ടർ 200 ഗ്രാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 100 ഗ്രാം നമുക്ക് സോത്തേ ചെയ്യാൻ വേണം. പിന്നെ ആവശ്യമെങ്കിൽ സൂപ്പ് സർവ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോണും മഷ്റൂമാണ്. ഒരു ഹോൾ കോൺ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ബട്ടൺ മഷ്റൂം അല്ലെങ്കിൽ ബട്ടർ മഷ്റൂം എന്നൊക്കെ നാട്ടിൽ പറയും. മഷ്റൂം ഉണ്ട്. ഒരു 200 ഗ്രാമോളം മഷ്റൂം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ഹോൾ കോണും. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് അറിയണ്ടേ? അതാണ് നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന കൂവപ്പൊടി. അതാണ് ഇതിൻ്റെ മറ്റൊരു ഇൻഗ്രീഡിയൻറ്റ്, അതായത് ആരോറൂട്ട് പൗഡർ. അപ്പോൾ ഇതിൻ്റെ ഇനിയുള്ള സ്റ്റേജ്, അതായത് നമ്മൾ ഈ സൂപ്പ് എന്ന് വെച്ചാൽ ഹെൽത്തി സൂപ്പാണെന്ന് ഞാൻ പറഞ്ഞു. യാതൊരുവിധ പ്രിസർവേറ്റീവ്സും നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മളിനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങയും ഉരുളക്കിഴങ്ങും അത് നന്നായി സ്കിന്നൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ചെറിയ ക്യൂബ്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് വേവിക്കണം. ഒരു 3 വിസിലിൽ നല്ല ഭംഗിയായി വേവിച്ചെടുത്തിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ഹെൽത്തി സൂപ്പിനുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. കുമ്പളങ്ങ 750 ഗ്രാം കുമ്പളങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുമ്പളങ്ങ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 250 ഗ്രാം പൊട്ടറ്റോ, അതായത് 3:1 അനുപാതത്തിലാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. 750 ഗ്രാം കുമ്പളങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി, 250 ഗ്രാം പൊട്ടറ്റോയും. പിന്നെ ഇത് നമ്മൾ പ്രഷർ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ 3 വിസിലിൽ വേവിച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആവുന്നവരെ വേവിക്കണം. അപ്പോൾ 3 വിസിൽ ഹൈ ഫ്ലെയിമിൽ നമുക്ക് 3 വിസിലിൽ വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രിപ്പറേഷൻ നമുക്ക് കാണാം. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഉപ്പിടാതെയാണ് നമ്മളിത് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ നമുക്ക് വേവിച്ചെടുക്കാം. നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായി ഒന്ന് ഉരുകിയതിന് ശേഷം നമുക്കിതിലേക്ക് മഷ്റൂം ചേർത്തിട്ട് സോത്തേ ചെയ്യാം. ബട്ടർ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂം നന്നായി വഴണ്ട് വന്നതിന് ശേഷം, അതായത് നന്നായി സോത്തേ ചെയ്യണം. അത് സോത്തേ ആയതിനു ശേഷമാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച, അതായത് കുമ്പളങ്ങയും പൊട്ടറ്റോയും അത് നല്ല രീതിയിൽ വേവിച്ചത് നമ്മൾ പേസ്റ്റ് ചെയ്യും. മിക്സിയിൽ നല്ല രീതിയിൽ പേസ്റ്റ് ചെയ്തിട്ടാണ് ആ മിശ്രിതം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നന്നായിട്ട് മഷ്റൂം ഇപ്പോൾ സോത്തേ ആയിട്ടുണ്ട്. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സിയിൽ നന്നായി പേസ്റ്റ് ചെയ്ത നമ്മളുടെ പൊട്ടറ്റോയും കുമ്പളങ്ങയും വേവിച്ച് വെച്ചത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺ നേരത്തെ നല്ല രീതിയിൽ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ കോൺ നമുക്ക് ഇതിലേക്ക് ചേർക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യാം. നേരത്തെ പറഞ്ഞു ഈ ഒരു സൂപ്പിലേക്ക് നമ്മൾ ഇതേവരെ ഇതിലേക്ക് ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല. നേരത്തെ പുഴുങ്ങി വെച്ചതാണെങ്കിലും അതിൽ നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് പുഴുങ്ങിയത്, ആദ്യമേ പറഞ്ഞിരുന്നു. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇതിലേക്ക് ചേർക്കണം. അപ്പം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു തിള വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. പിന്നെ ഈ ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുമാണ്. നല്ല രീതിയിൽ ചെറിയൊരു തള വരുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കാരണം സർവ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ആരോറൂട്ട് പൗഡർ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആരോറൂട്ട് പൗഡർ മിക്സ് ചെയ്യുന്നതിനായിട്ട് 2 കപ്പ് മിൽക്ക് നമുക്ക് ആവശ്യമാണ്. 2 കപ്പ് മിൽക്ക് ഒരു ബൗളിലേക്ക് എടുത്ത ശേഷം ആരോറൂട്ട് പൗഡർ 2 ടേബിൾ സ്പൂൺ ആരോറൂട്ട് പൗഡർ നമ്മൾ മിക്സ് ചെയ്യും. നന്നായി മിക്സ് ചെയ്ത പാലും ആരോറൂട്ട് പൗഡറും, അതായത് കൂവപ്പൊടിയും ചേർന്ന മിശ്രിതം നമ്മൾ ഈ സൂപ്പിലേക്ക് മിക്സ് ചെയ്യും. 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. രണ്ട് കപ്പ് മിൽക്കിലേക്കാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ആരോറൂട്ട് പൗഡർ ചേർക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു തള വരുമ്പോൾ മാത്രം നമ്മളുടെ സൂപ്പിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. തിളയ്ക്കാതെ ഒരിക്കലും ചേർക്കരുത്. നന്നായി തിളച്ചതിന് ശേഷം മാത്രം, അതായത് ചെറിയൊരു തള വന്നതിന് ശേഷം മാത്രം നമ്മൾ ഈ മിക്സ് ചെയ്ത പാലും കൂവപ്പൊടിയും ചേർന്ന മിശ്രിതം നമ്മുടെ സൂപ്പിലേക്ക് ചേർക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ രീതിയിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. എന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബൗളിലേക്ക് സർവ് ചെയ്യാം. ആവശ്യത്തിന് പെപ്പറും ഉപ്പും ചേർത്ത് നമുക്ക് അതിഥികൾക്കോ നമ്മളുടെ കുട്ടികൾക്കോ പ്രായമായവർക്കോ സർവ് ചെയ്യാവുന്നതാണ്. ഹെൽത്തി വെജ് സൂപ്പ് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആവശ്യത്തിന് പെപ്പർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിതിൽ പെപ്പറൊന്നും ചേർത്തിട്ടില്ല. പെപ്പർ നമുക്ക് ആവശ്യത്തിന് ബ്ലാക്ക് പെപ്പർ പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഹെൽത്തി പോലെ തന്നെ റിച്ച് സൂപ്പാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ നാച്ചുറൽ ഹെൽത്തി സൂപ്പാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാ കമൻസും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിമർശനങ്ങളാവാം, ചിലപ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ പോരായ്മകളാകാം. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടണില്ലേ, അതൊന്ന് പ്രസ് ചെയ്യുക, ആ ബെല്ലൈക്കനും കൂടി. കാരണം ഇനിയും നല്ല നല്ല വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഇനിയുള്ളൊരു വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.